ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റോസിലേക്ക് ഒരുപാട് പൂക്കൾ ഇതുപോലെ നിറഞ്ഞു നിൽക്കാനായിട്ട് നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ റോസിന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ റോസ് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു പോട്ടിൽ നട്ട് വെച്ച് കഴിഞ്ഞിട്ട് റോസിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നന്നായിട്ട് തന്നെ റോസ് വളർത്തുമ്പോൾ റോസിന് നന്നായിട്ട് തന്നെ ഫെർട്ടിലൈസറൊക്കെ ഒരുപാട് വേണ്ടതാണ്. അപ്പോൾ അതിൻ്റേതായ കറക്റ്റ് അളവിൽ തന്നെ അത് കൊടുക്കണം. അപ്പോൾ റോസിന് കറക്റ്റായി ഓരോ ദിവസങ്ങളിലും ഒരാഴ്ചയിൽ ഓരോ ദിവസങ്ങളിലും റോസിന് ഓരോ ദിവസങ്ങളിൽ കൊടുക്കേണ്ട കറക്റ്റായ ഓരോ വളങ്ങളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമുക്ക് ഒരുപാട് രാസവളങ്ങൾ ഈ സമയത്ത് കൊടുക്കാതെ ജൈവ സ്ലറികളൊക്കെ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ് കറക്റ്റായിട്ട് ഓരോ ആഴ്ചയും അടിച്ചു കൊടുക്കുക. അതുപോലെ സാഫും കൊടുക്കുക. ഇത്രയും കാര്യമെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് റോസിന്. പിന്നെ ഓരോ ദിവസവും നമുക്ക് എപ്സം സാൾട്ടും ഹ്യൂമിക് ആസിഡും അതുപോലെ സാഫും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം NPK അത് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ റോസിന് NPK ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുക. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം ഓരോ ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദിവസം കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ജൈവ സ്ലറികളാണ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും NPK കൊടുക്കുക. അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റോസിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരുടെയും റോസിൽ ഒരു പൂക്കളെങ്കിലും വിരിയാതിരിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവരുടെയും റോസ് നന്നായിട്ട് പൂക്കൾ തരുന്നതാണ്. അതുപോലെ മൊട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മളതിൽ തൃപ്പ് പോലുള്ള ശല്യങ്ങളൊക്കെ മാറാനായിട്ട് ഇൻസെക്ടിസൈഡ് എല്ലാ ആഴ്ചയും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കഞ്ഞിവെള്ളം ഇല്ലാതെ ഇരിക്കില്ല. നമ്മൾ റോസിന് ഇതുപോലെ സ്ലറികളാക്കി കൊടുക്കുന്ന സമയത്ത് മറ്റ് സ്ലറികളൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള സ്ലറികളൊക്കെ കൊടുക്കുമ്പോൾ റോസ് പോട്ടിൻ്റെ ഒരുപാട് ചവറുകളൊന്നും കൂട്ടിയിടരുത്. ഒരുപാട് വെയിൽ ബുദ്ധിമുട്ട്, വെള്ളം നനയ്ക്കാൻ ബുദ്ധിമുട്ട് ആണെന്നൊക്കെ ഉള്ളവർ മാത്രം എന്തെങ്കിലും പൊത ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ സാഫ് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റോസിൻ്റെ പോട്ട് എപ്പോഴും നമ്മൾ നല്ല നീറ്റാക്കി വെക്കുന്നതാണ് ഫംഗൽ ബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ നല്ലത്. കഠിനമായ വെയിൽ താങ്ങാൻ പോട്ടിൽ ചെടികൾ വെള്ളം നന്നായി ഡ്രൈ ആവുന്നു എന്നൊക്കെ കാണുന്നവർക്ക് മാത്രം പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം നിറഞ്ഞ് ഒരുപാട് വെള്ളം ഒഴുകി നമ്മുടെ റോസ് നന്നായി നനയ്ക്കേണ്ടതുകൊണ്ട് റോസിൻ്റെ പോട്ടിലൂടെ അധികമുള്ള വെള്ളം നിറഞ്ഞിങ്ങനെ പോകുമ്പോൾ അതിലൂടെ ഒരുപാട് പോഷക മൂല്യങ്ങൾ നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് പോട്ടിലിരിക്കുന്നത്. അപ്പോൾ റോസിന് നമ്മൾ അതുപോലെ തന്നെ വേണ്ട വളങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും അതിന് കിട്ടിയാൽ മാത്രമേ റോസ് നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ റോസിൽ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അഥവാ പൂക്കൾ ഉണ്ടായാൽ തന്നെ നല്ല ഷേപ്പും അതിൻ്റെ ഭംഗിയും കളറും എല്ലാം ഉണ്ടായി വരണമെങ്കിൽ അതിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടേണ്ടതാണ്. അപ്പോൾ ഓരോ ആഴ്ചയും കറക്റ്റായിട്ട് നമ്മൾ ഓരോ വളങ്ങൾ ഓരോന്നും ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മളൊരു നഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങിക്കൊണ്ട് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വേണ്ട വളങ്ങളും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു പൂ പോലും ഉണ്ടാവുകയില്ല. ഇലകളൊന്നും ഉണ്ടാവാതെ ആദ്യം ആ കൊണ്ട വെച്ചൊരു സമയത്ത് ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പം മുരടിച്ച് പോയി നമ്മുടെ റോസ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. റോസ് വാങ്ങി വയ്ക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ റോസിന് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് റോസിന് കിട്ടേണ്ടത് തന്നെയാണ്. അതങ്ങനെ തന്നെ കൊടുത്താൽ മാത്രമേ റോസിൽ ഒരുപാട് പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.